ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പമുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് ആയിട്ടുള്ള സൂരജ് സാറാണ്. സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. യെസ്, ഏതായാലും വാർത്തകളിലൊക്കെ തന്നെ വാർത്തകളുടെ തമ്പുകളിൽ ട്രംപ് നിറയുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. കാര്യങ്ങൾ അത്തരത്തിലേക്ക് ട്രംപ് കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഓവർനൈറ്റിൽ കാര്യങ്ങൾ മാറിമറിയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം തൊട്ട് മുൻപത്തെ ദിവസം രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഗെയിൻസും മായ്ച്ചുകൊണ്ട് വീണ്ടും ഒരു ഫാളിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. ചൈന ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങൾക്ക് റെസിപ്രോക്കൽ താരിഫ് 90 ദിവസത്തെ ഒരു പോസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ട്രംപ് ഒരു താൽക്കാലിക വിരാമം പ്രഖ്യാപിച്ചിരിക്കുന്നു. ചൈനയ്ക്ക് മേലുള്ള ഒരു താരിഫ് പ്രഖ്യാപനങ്ങൾ 125% തുടരുകയുമാണ്. സുരജ് സാർ, നമ്മൾ ഈ പുതിയൊരു സാഹചര്യത്തിലാണ് വിപണി ഫേസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കോവിഡ് പാൻഡമിക് പോലുള്ള ഒരു സാഹചര്യം വന്നപ്പോഴും അതിന് മുൻപൊന്നും വിപണിക്ക് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ അത്ര പരിചിതമല്ലായിരുന്നു എന്ന് തന്നെ പറയാം. അതോ അതിന് സമാനമായിട്ട് കൊണ്ടുള്ള ഒരു സാഹചര്യമാണ് വിപണിയിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ലോകത്തെ ആദ്യ 2 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികളായിട്ടുള്ള ചൈനയും US തമ്മിലുള്ള ഒരു വാക്കുതർക്കങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പോർ മുനയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് തന്നെ പറയാം. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഇതൊന്നും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നീക്കമായിട്ട് മാത്രമേ ട്രംപിന്റെ ഓരോ മൂവ്മെന്റ്സിനെയും നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിന് എന്താണ് ഒരു അറുതി വരിക എന്നുള്ളതാണ് നമ്മുടെ കമന്റ്സിലൊക്കെ തന്നെ, യൂട്യൂബിലുള്ള വീഡിയോസിലൊക്കെ തന്നെയുള്ള കമന്റ്സിൽ പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനപ്പുറത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രംപിന്റെ ഒരു താൽക്കാലിക വിരാമം, അല്ലെങ്കിൽ ഈ ഒരു താരിഫിനുള്ള ഒരു താൽക്കാലിക പോസ് ഏർപ്പെടുത്തുന്നതിന് തൊട്ട് മുൻപ് ട്രംപ് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബൈ നൗ എന്നുള്ളതാണ്. ഈ ഒരു ട്വീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻസൈഡർ ട്രേഡിംഗ് ആരോപണങ്ങൾക്ക് കൂടി കാരണമാകുന്നു എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. ജാസ്മിൻ, ഇതിപ്പോൾ ആക്ച്വലി എനിക്ക് തോന്നുന്നു വെനസ്ഡേ രാത്രിയാണ് US മാർക്കറ്റ് ഏതാണ്ട് 12%, 10%, 8% ഒക്കെ റാലി ചെയ്തിരുന്നതെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഇന്നലെ രാവിലെയൊക്കെ നമുക്ക് കിട്ടിയ മെസ്സേജ് അനുസരിച്ചും അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരായിട്ട് സംസാരിക്കുമ്പോഴും എല്ലാവരും വളരെ സങ്കടപ്പെട്ടിരുന്നു. കാര്യം വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, US മാർക്കറ്റ് കയറിയപ്പോൾ അത് ട്രേസ് ചെയ്യാൻ മാത്രം ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ ഹോളിഡേ ആയിപ്പോയി. അത് വളരെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. കാര്യം വെച്ചാൽ അത്രയ്ക്ക് മാത്രം നമുക്ക് ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടിയില്ലല്ലോ. എക്സ്പെക്ട് ചെയ്ത ആ ഒരു ദിവസത്തേക്ക് നമുക്കൊരു ഹോളിഡേ ആയിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു കണക്കിന് നമുക്ക് നെഗറ്റീവായിട്ട് കാണാം. കാര്യം ആ റാലി 10%, 12%-ന്റെ ഒരു എന്താ പറയുക, ഇൻ അക്കോർഡൻസ് വിത്ത് അതിനനുസരിച്ച് ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് ഇന്നലെ ഉണ്ടാവേണ്ടതായിരുന്നു. മാർക്കറ്റ് ഹോളിഡേ ആയതുകൊണ്ട് അത് കിട്ടിയില്ല. ബട്ട് അതിന്റെ വേറൊരു വശം നമുക്ക് നോക്കാം. അതായത് ഇന്നലെ രാത്രി US മാർക്കറ്റ് ഏതാണ്ട് 3%, 4% ഡൗൺ ആയിരുന്നു അല്ലേ. ഇപ്പൊ ഏതാണ്ട് കാര്യങ്ങൾ ഒരു സ്റ്റീവൻസ് ആയിട്ട് നിൽക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലെ കമന്ററിയും ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന്റെയും ട്രേഡേഴ്സിന്റെയും കോൺഫിഡൻസ് ലെവൽ എന്തായിരുന്നു? വളരെ ഓവർ കോൺഫിഡന്റ് ആയിരുന്നു. എന്നിട്ട് ഒരുപാട് പൊസിഷൻസ് അവർ ബിൽഡപ്പ് ചെയ്തേനെ എന്നുള്ള ഒരു കണക്കിന് ഇറ്റ് ഈസ് ഫോർച്ചുനേറ്റ് ടു ബി ആൻ ഇന്ത്യൻ റൈറ്റ് നൗ. ഇന്നലെ ഹോളിഡേ ആയത് ശരിക്കും പറഞ്ഞാൽ ബുദ്ധനോട് എല്ലാ വക നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. കാര്യം ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ ഈ സമയത്ത് ഇരിക്കുകയായിരുന്നെങ്കിൽ വളരെ ഓവർ കോൺഫിഡന്റ്, പ്രശ്നങ്ങളൊക്കെ തീർന്നു, നമുക്ക് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വലിയ വലിയ പൊസിഷൻസും മാർജിനും കടം മേടിച്ചും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷം ചിലപ്പോൾ ഇന്നലെ മാർക്കറ്റിൽ വന്നനെ എന്നുള്ള. ബട്ട് ആ ഇന്നലെ ഹോളിഡേ വന്ന് ഇന്നലെ വൈകുന്നേരം US മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ കുറച്ചുള്ള ഒരു എക്സൈറ്റ്മെന്റ് അത് ടെമ്പർ ചെയ്തതോടുകൂടി ഇന്ന് രാവിലെ വീണ്ടും നമ്മളൊരു ന്യൂട്രൽ സ്റ്റാൻസ് ആയി. ഓഫ് കോഴ്സ് ദർ ഈസ് എ പോസിറ്റീവ് ബയസ് ഇൻ ദ മാർക്കറ്റ്, എങ്കിലും നമ്മുടെ ആ ഒരു എക്സ്പെക്ടേഷൻസ് ഒന്ന് ടോൺ ഡൗൺ ചെയ്തു എന്നുള്ള അത് വളരെ നന്നായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം നമുക്ക് അത്രയ്ക്ക് മാത്രം, ഓഫ് കോഴ്സ് നമ്മൾ മിനിങ്ങാന്ന് പ്രോഗ്രാം അവതരിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ മനസ്സിൽ ഒരു ഫീലിംഗ് ഉണ്ട്, ഏതാണ്ട് കാര്യങ്ങൾ ബോട്ടമിലേക്ക് വരുന്നു, ഏതാണ്ട് നിങ്ങൾക്ക് ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഇനിഷ്യൽ നമ്മൾ 100% പറഞ്ഞില്ല, ഇപ്പോഴും ദുരൂഹതകളും ഒരുപാട് കൺഫ്യൂഷൻസും നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തിലാണ്. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ തന്നെ ആലോചിച്ചത് നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ ഒരുപാട് വെയിറ്റ് ചെയ്യണത് എന്താ, മിഷൻ ഇമ്പോസിബിൾ മൂവിയുടെ അടുത്ത ലക്കം ഏതാണ്ട് ഫൈനൽ റെക്കണിംഗ് എന്ന് പറഞ്ഞ മൂവി വരാനായിട്ട് നമ്മൾ കാത്തു നിൽക്കുകയാണ്. ടോം ക്രൂസിന്റെ ചൈന പറഞ്ഞേക്കാണ് ഹോളിവുഡിന് ഞങ്ങൾ US-ലേക്ക് ഞങ്ങൾ റെസ്ട്രിക്ഷൻസ് വെച്ചേക്കുകയാണ് എന്നുള്ളതാണ്. സൂപ്പർമാൻ്റെ ഒരു മൂവിയും കൂടെ വരുന്നുണ്ടെന്നുള്ളത് ഒന്ന് ആലോചിക്കുക. ആ 2 മൂവീസ് പോലും അവിടെ ഏതാണ്ട് റെസ്ട്രിക്റ്റ് ചെയ്യണ ഗതിയിലേക്ക് വരിക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ തന്നെ ഇന്നലെ ഹോളിഡേ ആയതുകൊണ്ടേ നമ്മൾ വെറുതെ US കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂടെയൊക്കെ ഒന്ന് നോക്കിപ്പോയി. അതായത് എവിടെയെങ്കിലും ഇത് ലീഗലി ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ ട്രംപിന്റെ ടാരിഫിന് തിരിച്ച് കോർട്ടിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അവിടെ ആർട്ടിക്കിൾ 1
ആർട്ടിക്കിൾ 1 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ സെക്ഷൻ 8 പറയുന്നത് എന്താണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ഈ ടാരിഫുകളിൽ പ്രസിഡന്റിന് കൈകടത്താൻ പറ്റില്ല. അതായത് കോൺഗ്രസിന്റെ സപ്പോർട്ട് ഇല്ലാതെ, അല്ലെങ്കിൽ ടോട്ടൽ കോൺഗ്രസിന്റെ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു അക്നോളജ്മെന്റോ ഇല്ലാതെ ട്രംപിന് അല്ലെങ്കിൽ ഒരു പ്രസിഡന്റിന് ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ ഇൻഡിവിജ്വൽ ആയിട്ട് രാജ്യങ്ങൾക്ക് ടാരിഫ് വയ്ക്കാൻ പറ്റില്ല എന്നാണ് സെക്ഷൻ 8 ഓഫ് ആർട്ടിക്കിൾ 1 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ബട്ട് അതിനകത്ത് ചില എക്സെപ്ഷൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ള ആ എക്സെപ്ഷൻ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രസിഡന്റിന് യൂണിലാറ്ററലി ആയിട്ട് ആക്ട് ചെയ്യാം. അത് ഒന്നെന്ന് പറയുന്നത് സെക്ഷൻ 232 അനുസരിച്ച് നാഷണൽ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ പ്രസിഡന്റിന് ഇടപെടാം. സെക്ഷൻ 301 അനുസരിച്ച് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഉണ്ടെങ്കിലും പ്രസിഡന്റിന് യൂണിലാറ്ററലി ഇടപെടാം. സെക്ഷൻ 122 അനുസരിച്ച് ബാലൻസ് ഓഫ് പേയ്മെന്റ്, ട്രേഡിൽ കൺട്രീസ് തമ്മിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ ബാലൻസ് ഓഫ് ട്രേഡ് പേയ്മെന്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരണമെങ്കിൽ ഇതേപോലെ പ്രസിഡന്റിന് ഇടപെടാം. അതുകൂടാതെ എന്തെങ്കിലും നാഷണൽ എമർജൻസി ഉണ്ടെങ്കിലും പ്രസിഡന്റിന് ഇടപെടാം. അപ്പൊ ഇങ്ങനത്തെ 3-4 കാര്യങ്ങളിൽ എക്സെപ്ഷൻസ് ഉണ്ട് പ്രസിഡന്റ്. അപ്പൊ ട്രംപ് ആദ്യം തന്നെ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഇപ്രാവശ്യം ഇലക്ഷൻ ജയിച്ച് വന്നപ്പോൾ തന്നെ ഈ ടേമിൽ, സെക്കൻഡ് ടേമിൽ ആദ്യം സ്റ്റീലിനും മറ്റുള്ള കാര്യങ്ങൾക്ക് മെറ്റൽസിലാണല്ലോ അത് ചെയ്തത്. അപ്പൊ അതിൽ കോർട്ടിൽ ചലഞ്ച് ചെയ്തിരുന്നു. പക്ഷെ കോർട്ട് അത് ഓവർ റൂൾ ചെയ്ത് ട്രംപിന് ഫേവറബിൾ ആക്കി. കാര്യം എന്നറിയോ? ട്രംപ് ഏത് റീസൺ പറഞ്ഞാണെന്നറിയോ ഇത് റെസ്ട്രിക്ട് ചെയ്യണത്? ട്രംപ് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റി, അതായത് സെക്ഷൻ 232 വെച്ചിട്ടാണ് അദ്ദേഹം ഇത് ആക്ട് ചെയ്യണേ എന്നുള്ളത്. അപ്പൊ ഇതുകൊണ്ട് ലീഗലി വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് അതേ കൺസിഡറേഷൻ തന്നെ ആയിരിക്കണം ഈ പറഞ്ഞ പോലെ ചൈനയ്ക്കെതിരെ മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഈ പറയുന്ന പോലെ റെസ്ട്രിക്ഷൻസിന് ഈ പറയുന്ന പോലെ ഒരു എന്താ പറയാ വരുന്ന റൂളിനെ മിക്കവാറും കോർട്ട് ഇടപെടാൻ ചാൻസ് ഇല്ല എന്നുള്ള കാര്യം ഉറപ്പായി. സോ ടാരിഫ് ഈസ് ഹിയർ ടു സ്റ്റേ. ഇനി നെഗോസിയേഷൻസിൽ മാത്രമേ കാര്യങ്ങളുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. റൈറ്റ്. അപ്പോൾ ഇന്നലെ നമുക്ക് മനസ്സിലായത് ഈ ഇൻസൈഡർ ട്രേഡിംഗ് പറയുന്നതിന് മുമ്പ് തന്നെ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് 90 ഡേയ്സിന്റെ ഒരു റിലാക്സേഷൻ, അതായത് 3 മാസത്തെ റിലാക്സേഷൻ എന്നുള്ള സാധാരണ ആദ്യമായിട്ടാണ് കുറെ നാൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഈ വാൾ സ്ട്രീറ്റിലെ ഈ എന്താ പറയുക വാൾ സ്ട്രീറ്റ് എക്സ്പേർട്സിനെ ലിസൺ ചെയ്തിട്ടാണോ അത് ചെയ്തതെന്നുള്ളത് നമുക്കറിയില്ല. കാര്യം ബിൽ ആക്മനെ പോലെ ബില്യണിയർ ഹെഡ്ജ് ഫണ്ട് മാനേജർ അദ്ദേഹത്തിന്റെ ട്വീറ്റ് കുറേ നാളായിട്ട് ഈ സിസ്റ്റത്തിൽ കടന്ന് കറങ്ങുണ്ടായിരുന്നു. അതായത് പ്ലീസ് പോസ്റ്റ്പോൺ ദിസ് ഫോർ അനദർ 90 ഡേയ്സ്. 90 ഡേയ്സ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ എന്താ നമ്മള് ജെയ്മി ഡിമോൺ, അതായത് ജെയ്മി ഡിമോൺ ശരിക്കും പറഞ്ഞാൽ ഒരു റിസഷൻ ഭയങ്കരമായിട്ട് വാൺ ചെയ്യണ ഒരു ട്വീറ്റും കൂടെ ഇട്ടിരുന്നു എന്നുള്ള ഏതാണ്ട് അതിൽ നിന്നൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണെന്ന് തോന്നുന്നു അവസാനം ട്രംപ് ഈ പറഞ്ഞ പോലെ 90 ഡേയ്സിന്റെ ഒരു ഹോളിഡേ, അതായത് ടാരിഫ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഹോളിഡേ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഭയങ്കര രസം. ഇതിനകത്ത് രസം എന്നറിയും, ഇതിന്റെ നമ്മൾ ഓരോ കാര്യങ്ങളും ന്യൂസ് വായിച്ചു വരുമ്പോൾ ഈ ഗോൾഡ്മൻ സാക്സിന്റെ CEO ഡേവിഡ് സോളമൻ ഒരു ഹോട്ടലിലായിരുന്നു. അദ്ദേഹം ഹോട്ടലിൽ താമസിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻറ്റ് ക്ലയൻസ് ആയിട്ട് കോളുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ റൂമിൽ അദ്ദേഹം TV വെച്ചിട്ടുണ്ടെന്നുള്ള. അപ്പൊ TV-യിലാണ് അദ്ദേഹം കാണുന്നത് ഈ പറയുന്ന പോലെ എന്താ ഈ ട്രംപ് ഇത് റോൾ ബാക്ക് ചെയ്തു, ഏതാണ്ട് 90 ഡേയ്സിന്റെ ഒരു ഡിലേ വരുത്തിയിട്ടുണ്ടെന്നില്ല. അപ്പൊ ഇമീഡിയറ്റ്ലി അശോക് വരദൻ എന്ന് പറഞ്ഞ ട്രേഡിംഗ് ഡെസ്കിലെ ഗോൾഡ്മൻ സാക്സിന്റെ ഗ്രൂപ്പിന്റെ ട്രേഡിംഗ് ഹെഡിലെ അശോക് വരദനെ വിളിച്ചിട്ട് ഈ ഗോൾഡ്മൻ സാക്സിന്റെ CEO ചോദിച്ചു എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ഡെസ്ക് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ആ ട്രേഡിംഗ് ഡെസ്കിൽ അത്രമാത്രം ആക്ടിവിറ്റി ഉണ്ടെന്നുള്ളതാണ്. അതായത് സിറ്റി ബാങ്കിന്റെയും അല്ലെങ്കിൽ ബാർക്ലേസിന്റെയും ഒക്കെ ട്രേഡിംഗ് ഫ്ലോറിൽ ഇന്നലെയൊക്കെ US മാർക്കറ്റിൽ, അതായത് ഇത് പറഞ്ഞല്ലോ ബുധനാഴ്ച ഭയങ്കര കയ്യടിയായിരുന്നു എന്നാണ് പറയുന്നത്. കാര്യം ഇങ്ങനത്തെ അത് അത്രയ്ക്ക് മാത്രം പ്രഷറൈസ്ഡ് ആയിരുന്നു സിസ്റ്റം എന്നുള്ളതാണ് അതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഇൻസൈഡർ ട്രേഡിങ്ങിന്റെ കാര്യമാണല്ലോ ഈ പറഞ്ഞ പോലെ, അതായത് അദ്ദേഹത്തിന്റെ ഒരു ട്വീറ്റിനകത്ത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു ഈ പറഞ്ഞാൽ. അതുകൊണ്ട് ഒരുപാട് പേർക്ക് ബെനിഫിറ്റ് ആയി. ഇതൊരു ഇൻസൈഡർ ട്രേഡിംഗ് അല്ലെങ്കിൽ തന്നെ US കോൺഗ്രസ് ഈ US പാർലമെന്റിൽ ഉണ്ടല്ലോ, ഞാൻ 2 ദിവസമായിട്ട് അവരുടെ ഓരോ സെനറ്റേഴ്സിന്റെ വാക്കുകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അവർ പറയുന്നത് വെച്ചാൽ അല്ലെങ്കിലും ട്രംപിന്റെ ഈ ഒരു ആക്ഷൻ ഇതിനകത്ത് ഒരു കറപ്ഷൻ ഉണ്ടെന്ന് പറയണേ. അതായത് ട്രംപിന്റെ ഈ പറഞ്ഞ രാജ്യങ്ങളായിട്ട് ടാരിഫ് നമ്മൾ വെച്ചല്ലോ, ഇംപ്ലിമെന്റ് ചെയ്തല്ലോ, എന്നിട്ട് ഓരോ രാജ്യങ്ങളായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന്റെ പുറകിൽ ഒരുപാട് കോർപ്പറേറ്റ്സ് ഉണ്ടാവും. അതായത് ഓരോ രാജ്യങ്ങളുടെ ഫ്രണ്ടിൽ ഒരു കോർപ്പറേറ്റ് ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണല്ലോ രാജ്യങ്ങൾ ഈ പറയുന്ന പോലെ ടാരിഫ് ഒക്കെ നെഗോഷിയേറ്റ് ചെയ്യുന്നത്, ഇൻഡസ്ട്രിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അവരുടെ കയ്യിൽ നിന്ന് ഒരു കറപ്ഷൻ മണി മേടിക്കാനാണ് ട്രംപ് ഈ ചെയ്യുന്നത് എന്നുള്ളൊരു അലഗേഷനും കൂടെ അതിനകത്ത് ഉള്ളപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഇൻസൈഡർ ട്രേഡിങ്ങിന്റെ ഈ ഇഷ്യൂ ആയിട്ട് വരുന്നത്. അതിനകത്ത് രസകരമായിട്ടുള്ള ഒരു വേറൊരു കാര്യം എന്നറിയാം, ഇപ്പൊ ഇൻസൈഡർ ട്രേഡിംഗ് നമ്മൾ ഒരുമാതിരി എല്ലാവരും ഈ പറയുന്ന പോലെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ എൻ്റെ ഒരു പരിചയക്കാരുണ്ട്, അതായത് അദ്ദേഹത്തിന്റെ പേര് സുരേന്ദു ഗോവിന്ദൻ എന്നാണ്, ഒരു NRI ആണ്, കണ്ണൂർക്കാരനാണ്.
ഇപ്പോൾ കൊച്ചിയിൽ സെറ്റിൽഡ് ആണ്. ഈ പുള്ളി കുറച്ചുകൂടി ഒരു ബ്രില്യൻ മൈൻഡാണ്, നന്നായിട്ട് അയാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്ന ഒരാൾ. അദ്ദേഹം ഇന്ന് എനിക്ക് രാവിലെ ഒരു മെസ്സേജ് അയച്ചു തന്നു. അതായത് നമ്മളിപ്പോൾ ഈ ട്രംപിൻ്റെ ഈ ട്വിറ്റർ മെസ്സേജ് അല്ലേ പറഞ്ഞുള്ളൂ, ഇദ്ദേഹം തന്ന ഇൻഫർമേഷൻ അനുസരിച്ച് അതിനകത്ത് പറയണത് പല ETF-കൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ലോങ് ബിൽഡപ്പ് കണ്ടിരുന്നു എന്നുള്ളത്. അതായത് പലരും ആ കോള് മേടിച്ചിരുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷൻ അവിടെ ഒരു ബ്രോക്കർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ പറഞ്ഞ പോലെ ട്രംപിന്റെ ഈ എന്താ പറയുക ഗുഡ് ടൈം ടു ബൈ എന്ന് പറയുന്ന മെസ്സേജ് വരുന്നതും. എന്നാൽ അന്ന് വൈകുന്നേരം തന്നെ ഇതൊക്കെ വൈൻഡ് ചെയ്തു എന്നുള്ളതും കൂടെ അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നിട്ട് അത് ശരിക്കും പറഞ്ഞ ഒരു അഡ്വർടൈസ്മെന്റ് പോലെയാണ് ഈ ട്വീറ്റ് ആ ബ്രോക്കിംഗ് കമ്പനി ചെയ്തത്. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇതേപോലത്തെ ആരും കാണാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങൾ ഞങ്ങൾ കണ്ടുപിടിക്കുന്നു എന്നുള്ള ലെവൽ ഒരുപാട് വോളിയം ബിൽഡപ്പ് എന്നാണ് പറയുന്നത്. അപ്പം ഞാനത് അതിശയിച്ചു പോയി. കാര്യം വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ പൊതുവെ വന്ന ന്യൂസ് നമുക്ക് ഈ പറഞ്ഞ പോലെ ട്രംപിന്റെ മെസ്സേജ് മാത്രമേ ഉള്ളൂ. ബട്ട് അതിനകത്തൊരു വോളിയം ബിൽഡപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഒരു ഫ്രണ്ട് അറിയിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പിന്നെ ഇതിനകത്ത് ഒരു രസകരമായ കാര്യം എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ പോലെ ഈ നമ്മളിപ്പോൾ പല കാര്യങ്ങളും പറയുന്നത്, അതായത് ബോണ്ടിൽ സെൽ ഓഫ് നടന്നുകൊണ്ട് ആണ് ഈ പറഞ്ഞ പോലെ ട്രംപ് ഇതേപോലെ റിട്രാക്ട് ചെയ്തത്. അതിൽ ചൈനയുടെ കയ്യിൽ തന്നെ എനിക്ക് തോന്നുന്നു എത്രയും $760 ബില്യൺ US ഉണ്ട്. ഈ US അവർ സെല് ചെയ്യാനുള്ള ചാൻസുകളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് വേറൊരു ന്യൂസ് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ആക്ച്വലി ചൈനയല്ല, ജപ്പാനാണ് സെല് ചെയ്തത്. ഈ പ്രഷേഴ്സ് കൊണ്ടായിരിക്കണം, അതായത് ബോണ്ട് മാർക്കറ്റിലെ പ്രഷർ കൊണ്ടായിരിക്കണം ഈ പറഞ്ഞ പോലെ ട്രംപ് റീട്രാക്ട് ചെയ്തത് എന്നൊക്കെയുള്ള പല തിയറീസ് ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഒന്നിനെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ബട്ട് എനിക്കിത് മനസ്സിലായാൽ ഒരു കാര്യമുണ്ട്, അതായത് ഒരു ഡൗട്ട് മാത്രമാണ്. ഇതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലേ പറയുള്ളൂ. നമ്മൾ ഓരോ പോസിബിലിറ്റീസ് നമ്മുടെ പ്രേക്ഷകരെ മുന്നിൽ വെക്കുന്നത് അവരും അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. ഇതൊരു ഹോളി ഗ്രെയിലായിട്ട് എടുക്കരുത്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനും വളരെ നല്ല രീതിയിൽ ഇതിന്റെ കോസ് ആൻഡ് എഫക്ട്സ് പഠിച്ചിട്ട് തന്നെയാണ് ഈ ബോണ്ട് സെല്ലിംഗ് ഒക്കെ വരും എന്നുള്ളത് ട്രംപിന് അറിയാത്ത കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ് ഈസ് എ വെൽ പ്ലാൻഡ്, ഇറ്റ് ഈസ് എ ക്ലിനിക്കൽ എക്സിക്യൂഷൻ ആയിരുന്നു ഇത് എന്നുള്ളത്. ബട്ട് അതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം ഈ ചൈന അതിൽ ചെന്ന് വീണോ എന്നുള്ളതാണ്. കാര്യം വെച്ചാൽ ഈ US ട്രഷറി സെക്രട്ടറിയിലെ സ്കോട്ട് ബെസന്റ് പറയുന്നത് എന്താണെന്നറിയോ, അയാളുടെ ഇന്റർവ്യൂല് ഒരു മീഡിയയ്ക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, വി വിൽ നോട്ട് റെസിസ്റ്റ്, ഐ മീൻ ഞങ്ങൾ ചിലപ്പോൾ ചൈനീസ് ഷെയർസിനെ US സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഡീലിസ്റ്റ് വരെ ചെയ്തേക്കാം എന്നുള്ളൊരു ചോദ്യം വന്നപ്പോഴേ അദ്ദേഹം ആ പോസിബിലിറ്റി റൂൾ ഔട്ട് ചെയ്തില്ല എന്നുള്ളത്. അദ്ദേഹം പറയുന്നത് വേൾഡിൽ ട്രേഡിലെ ലാർജസ്റ്റ് ഒഫൻഡർ ആണ് ചൈന. അതായത് മോസ്റ്റ് ഇംബാലൻസ്ഡ് എക്കണോമി ഇൻ ദ ഹിസ്റ്ററി ഓഫ് വേൾഡ് എന്നാണ് ഈ പറഞ്ഞ പോലെ സ്കോട്ട് ബെസന്റ് അതിനെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഞങ്ങൾ എന്താണ് എക്സ്പോർട്ട് ചെയ്യുന്നത്, ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ US നിന്ന് ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും 5 times ചൈന US എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ അല്ലെങ്കിൽ മോണിമെന്റൽ ഡിസാസ്റ്റർ ആണ് ചൈന തിരിച്ച് റിട്ടാലിയേറ്ററി ടാരിഫ് വച്ച് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഹീ ഗോസ് ഓൺ സെയിങ് ദാറ്റ് ഹൈലി സബ്സിഡൈസ് ചെയ്ത്, കറൻസി മാനിപ്പുലേറ്റ് ചെയ്ത്, ലേബർ ലോസിനെയൊക്കെ വയലേറ്റ് ചെയ്ത് ചൈന ഉണ്ടാക്കുന്ന സബ്സിഡൈസ്ഡ് ഐറ്റം ഓവർ കപ്പാസിറ്റി എല്ലാ സെക്ടേഴ്സിലും ഉണ്ടാക്കി. ഈ സെക്ടേഴ്സിൽ സർപ്ലസ് ആയിട്ട് വരും. അവരുടെ കൺസ്യൂമേഴ്സ് ഏതാണ്ട് 39% മാത്രമേ ഈ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ള. അത് കഴിഞ്ഞിട്ടുള്ള ഓവർ സർപ്ലസുകൾ അവർ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഡംപ് ചെയ്യുന്നത് അവരുടെ ഒരു വലിയൊരു പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി സ്ട്രാറ്റജിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ദേ ആർ ഡംപിങ് ദീസ് കൈൻഡ് ഓഫ് ഗുഡ്സ് ഓൺ ടു US. എന്നിട്ട് ഇത് ടു ടേക്ക് ഔട്ട് അമേരിക്കൻ സ്റ്റീൽ, ടു ടേക്ക് ഔട്ട് അമേരിക്കൻ അലൂമിന, ടു ടേക്ക് ഔട്ട് അമേരിക്കൻ ഡിഫൻസ്. ഇതിനെല്ലാം തിരിച്ചെടുക്കാൻ വേണ്ടി, അതായത് ഇതിൻ്റെ എല്ലാവരും സപ്ലയർ ആയിട്ട് ചൈന മാറുകയാണ്. എന്നിട്ട് എന്നും അമേരിക്ക ചൈനയുടെ കാൽക്കൽ തന്നെ കിടക്കണം എന്നുള്ള ഒരു ട്രേഡ് വാർ സ്ട്രാറ്റജി തുടങ്ങിയത് അവരാണ്, ഞങ്ങളല്ല എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന പോലെ അതിലേക്ക് ചൈന ചെന്ന് വീണിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഇപ്പൊ കണ്ടിട്ടൊരു കാര്യം എന്നറിയോ, ഇൻഫ്ലേഷൻ 3 to 4 years ലോ ആണ് US. ചൈനയിലാണെങ്കിലോ ഡിഫ്ലേഷൻ. ചൈനയിൽ ഡിഫ്ലേഷൻ ആണ്. US ഇൻഫ്ലേഷൻ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യണേ? ടു മച്ച് മണി ചേസിങ് ടു ഫ്യൂ ഗുഡ്സ് അല്ലേ? ഡിഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താ? ദ സെയിം മണി, ചൈനയിലെ ഡിഫ്ലേഷൻ, ദ സെയിം മണി ക്യാൻ ബൈ മോർ ഗുഡ്സ്. അതായത് ചൈനയുടെ ഓവർ കപ്പാസിറ്റി ആണ് അവിടെ തെളിയിക്കുന്നത് എന്നുള്ളത്. അതായത് ചൈന ഒരുപാട് ഉണ്ടാക്കിയിരിക്കുന്നു. എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്?
മറ്റുള്ള കൺട്രിയിലേക്ക് ഡംപ് ചെയ്യാനായിട്ട്. ഏതായാലും ചൈനയുടെ GDP 39% മാത്രമേ അവിടുത്തെ ലോക്കൽ സിറ്റിസൺസ് യൂസ് ചെയ്യുള്ളൂ. ഈ ബാക്കിയുള്ളതൊക്കെ അവർ ഇതേപോലെ ട്രേഡ് സർപ്ലസ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത ആ കപ്പാസിറ്റി ഇനി ഈ ചൈനീസ് എക്കണോമിയിലേക്ക് ഇറങ്ങുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഈ സെന്റിമെന്റ്സ്, ഡിഫ്ലേഷന്റെ സെന്റിമെന്റ്സ് അവിടെ കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഗോൾഡ്മാൻ സാക്സിന്റെ CEO ഹോട്ടലിൽ നിന്ന് സംസാരിച്ച് ഈ ട്രേഡിംഗ് ഡെസ്കിലേക്ക് സംസാരിച്ചതിന് ശേഷം ഗോൾഡ്മാൻ സാക്സ് US റിസഷൻ എന്നുള്ളത് വിഡ്രോ ചെയ്തു എന്നുള്ള. അപ്പൊ നമ്മളും പറഞ്ഞിരുന്നു US റിസഷനിലേക്ക് പോകാൻ. അതൊരു കാൽക്കുലേറ്റഡ് ഗസ് ആണ് കേട്ടോ. നമുക്ക് ഈ പറയുന്നല്ലോ, നമുക്കും ലിമിറ്റഡ് ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. നമ്മളും വളരെ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സിറ്റിസൺസ് ആണ്. കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചും 10-25-30 കൊല്ലത്തെ എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സിറ്റുവേഷൻസ് ആയിട്ട് മുന്നോട്ട് നടക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പോൾ ഈ സ്റ്റീലിലൊക്കെ തന്നെ ഒരുപാട് സ്റ്റീൽ മേക്കേഴ്സ് സ്ക്രാപ്പ് വേണം. ഈ സ്ക്രാപ്പിന് റീസൈക്കിൾ ചെയ്താണ് സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് മിനിസ്റ്റീരിയൽ ഡിസ്കഷൻ നടക്കുകയാണ്. അതായത് എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്ന്, അതായത് ഓട്ടോമൊബൈൽ, ഷിപ്പ്, എഞ്ചിനീയറിംഗ് ഗുഡ്സ്, ഇതിൽ നിന്നൊക്കെ വരുന്ന സ്റ്റീൽ ഔട്ട്പുട്ട് അല്ലേ, പഴയ സാധനങ്ങളും മെഷീൻസും ഒക്കെ സ്റ്റീൽ കമ്പനികൾക്ക് കൊടുത്ത്, കാര്യം വെച്ചാൽ ഈ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ ടൈറ്റായി. അപ്പോൾ സ്റ്റീൽ കമ്പനിയെ പ്രൊവൈഡ്, സ്റ്റീൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഒരു എക്കണോമിയെ സംബന്ധിച്ച്. എന്തുകൊണ്ട് സ്റ്റീലിന് വേണ്ടി ഗവൺമെന്റ്സ് ഈ ചാടി നിൽക്കുന്നത്? സ്റ്റീൽ, കോള്, റെയിൽവേ എന്ന് പറയുന്നത് ഒരു എക്കണോമിയെ സംബന്ധിച്ച്, ബാക്കി അലുമിനിയം അയണൊക്കെ മാറ്റി വെക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഗവൺമെന്റ് അതിലേക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് വളരെ നോട്ടിഫൈ ചെയ്യേണ്ട കാര്യം. രണ്ടാമത്, ഗവൺമെന്റ് എല്ലാ മിനിസ്ട്രിയെയും വിളിച്ചിട്ട് പറഞ്ഞതെന്നറിയോ, നമ്മുടെ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 11.2 lakh crore എങ്ങാണ്ടോ പറഞ്ഞിട്ടുണ്ടല്ലോ ബഡ്ജറ്റിൽ FY26 വേണ്ടി ഫ്രണ്ട് ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മിനിസ്ട്രിയിൽ നിന്നുള്ള എക്സ്പാൻഷൻസ് ഉണ്ടല്ലോ, ഓരോ മിനിസ്ട്രിയുടെ എക്സ്പാൻഷൻസ് ഫ്രണ്ട് ലോഡ് ചെയ്യും. അതായത് കൊല്ലം അവസാനം വരെ കാത്തുകണ്ട കാര്യം. കഴിഞ്ഞ 2025 പല മിനിസ്ട്രീസും ഹോൾഡ് ബാക്ക് ചെയ്തു. എനിക്ക് തോന്നുന്നു ടെലികോം ഇൻഡസ്ട്രിയിലൊന്നും വലുതായിട്ടൊന്നും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പറഞ്ഞേക്കണ ഗവൺമെന്റ്, അതായത് നിങ്ങൾ ഫ്രണ്ട് ലോഡ് ചെയ്യൂ, ട്രൈ ടു ഡ്രൈവ് അപ്പ് ദ ലോക്കൽ കൺസംഷൻ എന്നുള്ളതാണ്. അതുകൂടാതെ ഇന്ത്യൻ ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു വാർ റൂം ഉണ്ടാക്കിയിട്ടുണ്ട്, പല കൺട്രീസായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് തുടങ്ങി. ഈവൻ പീയൂഷ് ഗോയലിൻ്റെയൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ ലാസ്റ്റ് 2 ദിവസം കണ്ടതാണ്. മറ്റുള്ള രാജ്യങ്ങളായിട്ടും അമേരിക്കയായിട്ടും ഒരു ട്രേഡ് ഡീൽസിൻ്റെ വക്ക് വരെ എത്തി. വി വിൽ ബി ദ ഫസ്റ്റ് വൺ ടു ആക്ട് എന്നുള്ള കോൺഫിഡൻസ് ആണ്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, ഇപ്പോഴും അൺസർട്ടനിറ്റീസ് മാറിയിട്ടില്ല എന്നുള്ളതാണ്. ജനങ്ങൾ സൂക്ഷിച്ച് തന്നെ മാർക്കറ്റിനെ ട്രീറ്റ് ചെയ്യുക. ഒരുപാട് ഓവർ കോൺഫിഡൻസും വരണ്ട, ഒരുപാട് പെസിമിസവും വരണ്ട. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള, റാഷണൽ ആയിട്ടുള്ള ഒരു കോമൺ സെൻസിക്കൽ അപ്രോച്ചിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. യെസ് സുരജ് സാർ, അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് ഈ ഒരു ഷോയിൽ നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്നത് അനീഷ് ചന്ദ്രൻ സാറാണ്. സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറും അഹല്യ ഫിൻ ഫോറക്സിന്റെ വൈസ് പ്രസിഡന്റുമാണ് സാർ. അനീഷ് സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. ഗുഡ് മോർണിംഗ്. യെസ്, ഏതായാലും നമുക്ക് ടെക്നിക്കൽ ലെവൽസിലേക്കൊക്കെ തന്നെ വരാം. നിലവിലെ ഈ ഒരു ട്രേഡ് വാർ എന്ന് പറയുന്ന ഒരു വലിയൊരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്ന സമയത്ത് മാർക്കറ്റിൽ ഇനി നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഒരു വെയിറ്റ് ആൻഡ് വാച്ച് സമീപനം തുടരുന്നത് തന്നെയാണോ നല്ലത്, അല്ലെങ്കിൽ എന്തൊരു സ്റ്റാൻസ് ആയിരിക്കണം സ്വീകരിക്കേണ്ടത്? നിക്ഷേപകരെ സംബന്ധിച്ച് നമ്മൾ ആൾറെഡി പറഞ്ഞു, വെയിറ്റ് ആൻഡ് വാച്ച് ആണ്. ബട്ട് ഒരു ട്രേഡേഴ്സിനെ സംബന്ധിച്ച്, അത് റീറ്റെയിൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റീസ്, വോളറ്റാലിറ്റി ആണ് അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്. ഇന്ന് നമ്മൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് പോസിറ്റീവ്, ഒരു 2% പോസിറ്റീവ് വന്നിട്ടുണ്ട്. എഗെയിൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് വളരെയധികം വീണ്ടും ഒരു നല്ലൊരു പോസിറ്റീവ് 1% മൂവ് കൂടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അറൗണ്ട് 3% അടുത്തുള്ള മൂവ്മെന്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് 23,200 എന്ന ലെവലിലേക്കാണ് നമ്മുടെ നിഫ്റ്റി ഹെഡ് ചെയ്യുന്നത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എഗൈൻ ഒരു സപ്പോർട്ട് സോൺ നോക്കുകയാണെങ്കിൽ 22,400 ആണ് ഇപ്പോഴും അത് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. ഒരു കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പല വോൾട്ടാലിറ്റീസും ഉണ്ട് മാർക്കറ്റിൽ. ആ വോൾട്ടാലിറ്റി ക്യാച്ച് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് ലെവലിലേക്കാണെങ്കിൽ നമ്മളുടെ സ്ട്രാറ്റജീസ് ബെസ്റ്റ്. അല്ല, നമ്മളൊരു ലോങ് ടേം നിക്ഷേപകനാണ് എങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ആൻഡ് വാച്ച് ഉള്ള ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഫണ്ടമെന്റലി നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള വലിയ കൺസോളിഡേറ്റ് വന്ന, ടെക്നിക്കലി പറയുകയാണെങ്കിൽ കൺസോളിഡേഷൻ വന്ന സ്റ്റോക്കുകളിലേക്കൊക്കെ നമുക്ക് മൂവ് ചെയ്യാവുന്നതാണ്. പിന്നെ എന്ത് നിഫ്റ്റിയുടെ നമ്മളെ ബാക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ വളരെ അധികം വോൾട്ടാലിറ്റി എന്തൊക്കെ വന്നിരുന്നാലും ഒരു ഇയർ എൻഡ് അല്ലെങ്കിൽ ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മൂവിങ് ഫോർവേഡ് ആണ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ അധികം ഓപ്പർച്യൂണിറ്റീസ് അവരുടെ മുന്നിൽ തന്നെ ഉണ്ട്. അത് ക്യാച്ച് ചെയ്യാനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് നടത്തേണ്ടത്. ബട്ട് ട്രേഡിംഗ് ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ റെസിസ്റ്റൻസ് ലെവൽ 23,200 എന്ന ലെവലിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.
യെസ്, അതോടൊപ്പം തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടി ഒന്ന് പോകാം. 50,634 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഇൻട്രാഡേ ലോ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും 51,000 എന്നുള്ള ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏകദേശം 1.5% കൂടുതലുള്ള ഒരു മുന്നേറ്റം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എങ്ങനെയാണ് നിലവിലെ ഒരു സിറ്റുവേഷൻസ്? നമ്മൾ ലാസ്റ്റ് ടൈം പറഞ്ഞതുപോലെ തന്നെ അതൊരു ബാൻഡിൽ ട്രേഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് 48,000 ആൻഡ് 52,000 എന്ന് പറയുന്ന ഒരു ബാൻഡിലാണ് ട്രേഡ് ചെയ്ത് പോകുന്നത്. ആ ഓപ്പർച്യൂണിറ്റി ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ട്രേഡിംഗ് ലെവൽ സ്ട്രാറ്റജീസ് ആണ് നമുക്ക് നല്ലത്. അഗൈൻ വോളിയം നോക്കുകയാണെങ്കിൽ വോളിയം ചെറിയ മൂവ്മെന്റ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് വോളിയംസ് വരുന്നുണ്ട്. ബിക്കോസ് ഓഫ് PSU ബാങ്കിലെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഈ വോളിയം ലെവൽ ഇംപ്രൂവ്മെന്റ് വരുന്നത് ഒരു 52,000 എബോവ് പോകാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ കഴിയും. ബട്ട് അതിനോടൊപ്പം തന്നെ അതിനെ നമ്മളത് വെയിറ്റ് ചെയ്യണം. അതിന് മുകളിൽ എത്രത്തോളം ഒരു സ്ട്രെങ്തോട് കൂടി ആ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ 52,000 എബോവ് ബാങ്ക് നിഫ്റ്റി വലിയ മൂവ്മെന്റ്സിൽ വരികയും അത് നല്ല വോളിയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു പോസിറ്റീവ് ഔട്ട്കമ്മിന് സാധ്യതയുണ്ട്. ബട്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് ഒരു 52,000 മാത്രമേ റെസിസ്റ്റൻസ് ആയിട്ട് പറയാൻ കഴിയുള്ളൂ. അതിന്റെ സപ്പോർട്ട്സ് ആണെന്ന് പറയുന്നത് 48,000 ആണ്. അപ്പൊ ഈ ഒരു രണ്ട് ബാൻഡിന്റെ ഇടയിലാണ് ഈ ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യുന്നത്. നമുക്ക് അത് കുറച്ച് കാലമായിട്ട് നോക്കിയാൽ നമുക്ക് അത് കാണാൻ കഴിയും. ഈ രണ്ട് ബാൻഡിന്റെ ഇടയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ഇതാണ്. ഏതെങ്കിലും ഒരു ബാൻഡ് ഔട്ട് ആവുകയാണെങ്കിൽ, അതിൽ ലോവർ ബാൻഡ് ആണെങ്കിൽ ഡൗൺ സൈഡ്, അല്ലെങ്കിൽ അപ്പർ ബാൻഡ് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് വരികയാണെങ്കിൽ മാത്രമേ നമുക്കൊരു മൂവ്മെന്റ്സ് ഫർദർ മൂവ്മെന്റ്സ് എന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ മൂവ്മെന്റ്സിന് ഈ ബാൻഡിനകത്ത് തന്നെ അത് മൂവ്മെന്റ്സ് നിൽക്കാനുള്ള സാധ്യതയാണ്. യെസ്, അതോടൊപ്പം തന്നെ ക്വാർട്ടർലി റിസൾട്ടുകൾ തന്നെയാണ് ഈ ഒരു വീക്കിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത്തരത്തിൽ IT മേഖലയിൽ നിന്നും IT സെഗ്മെന്റ് ഇന്ന് 1.5% മുന്നേറ്റം രേഖപ്പെടുത്തുമ്പോൾ ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, അതായത് TCSനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിസൾട്ടുകൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരു പോസിറ്റീവ് നോട്ടിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് എന്ന് കാണാം. പക്ഷേ എക്സ്പെക്ടേഷൻസിനനുസരിച്ച് വന്നിട്ടില്ലാത്ത ഒരു റിസൾട്ടുകളാണ് കാണാൻ സാധിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് ആയാലും റവന്യൂ ആയാലും ബിലോ എസ്റ്റിമേഷൻ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. TCSൽ നിലവിലെ ഒരു സിറ്റുവേഷൻസിൽ വാച്ച് ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ലെവൽസ് ഏതൊക്കെയാണ്? കാരണം ഈ ഒരു റിസൾട്ടുകൾക്ക് പിന്നാലെ മോത്തിലാൽ ഓസ്വാൾ അടക്കമുള്ള പ്രധാനപ്പെട്ട ബ്രോക്കറേജുകൾ സ്റ്റോക്ക് 3,850 രൂപ വരെ എത്താനുള്ള ഒരു സാധ്യത കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. ഇത് TCS നോക്കുകയാണെങ്കിൽ ലോങ് ടേം ചാർട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് എപ്പോഴും താഴോട്ട് വന്നിരുന്നു. ഒരു IT സംബന്ധിച്ച് ഒരു പെർഫോമൻസ് കുറച്ച് കുറവുള്ള ഒരു സെക്ടറാണ്. TCSലും അത് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ മൂവ്മെന്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഈ വർഷത്തെ മൂവ്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ പോലും 4,400 ആ ലെവലിൽ നിന്നാണ് 3,200 എന്ന ലെവലിലേക്ക് ഇത് ഡൗൺ സൈഡിലേക്ക് വരുന്നത്. അപ്പൊ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ്സ് ആണ് നമുക്ക് ഇപ്പൊ കാണാൻ കഴിയുന്നത്. എഗെയിൻ ഇതിലൊരു കറക്റ്റീവ് ആക്ഷൻസ് അല്ലെങ്കിൽ ഇതിനൊരു റിക്കവറി മോഡ് വരാനുള്ള സാധ്യത നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 3,000 ലെവലിൽ നിന്ന് അല്ലെങ്കിൽ 3,100 ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു പോസിറ്റീവ് മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും 3,600 വരെയൊക്കെ വരാനുള്ള സാധ്യത നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതൊരു ഷോർട്ട് ടൈം മൂവ്മെന്റ്സ് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. എഗെയിൻ ഇതൊരു വെയിറ്റ് ആൻഡ് വാച്ച് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്സ് ആണ്. 3,000 എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഉള്ള ഒരു സപ്പോർട്ട് സോൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അവിടെ നിന്ന് റിക്കവറി അല്ലെങ്കിൽ ഷോർട്ട് കവറിങ് ഇങ്ങനെയൊക്കെ ഉള്ള മൂവ്മെന്റ്സ് വരികയാണെങ്കിൽ 3,600 വരെയുള്ള പോകാൻ സാധ്യതയുണ്ട്. ബട്ട് ഇപ്പോഴത്തെ ലെവലിൽ വോളിയം ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അതൊരു പോസിറ്റീവ് സൈൻ ആയിട്ട് നമുക്ക് അതിൽ എക്സ്പെക്ട് ചെയ്യാം. സെക്ടേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മെറ്റൽ മേഖല ഒരു ഔട്ട് പെർഫോമൻസ് നടത്തുന്നുണ്ട്. മെറ്റൽ സെഗ്മെന്റിലെ മുന്നേറ്റം 4% പിന്നിട്ടിരിക്കുകയാണ്. അവിടെ നിന്നും ചോദിക്കുന്നത് ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളമാണ്. 4.5%-ലധികം ഒരു മുന്നേറ്റം നിലവിലെ ഒരു സിറ്റുവേഷൻസിൽ ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. 133 രൂപ എന്നുള്ളൊരു നിലവാരത്തിൽ. പക്ഷേ 184 രൂപ എന്നുള്ളൊരു 52 ആഴ്ചയിലെ ഉയർന്ന നില രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം ജൂണിലാണ്. ജൂൺ 18-നാണ് 52 വീക്ക് ഹൈ ഈ ഒരു സ്റ്റോക്ക് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നും കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒന്നും നമുക്ക് ടാറ്റ സ്റ്റീലിൽ ഉണ്ടായിട്ടില്ല. നിലവിൽ ടാറ്റ സ്റ്റീലിൽ ഒരു അവസരം സാർ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 120 എന്ന് പറയുന്നത് വളരെയധികം ബേസ് ഒരു സപ്പോർട്ട് ലെവലാണ് ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ആ ഒരു 120 അടുത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എൻട്രി ചെയ്യാവുന്ന ഒരു സ്റ്റോക്സ് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് വാച്ച് ചെയ്യാവുന്ന ഒരു സ്റ്റോക്സ് തന്നെയാണ് ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്നത്. ഇതിന്റെ വോളിയം വളരെ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ആ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിലും പോസിറ്റീവ് ഔട്ട്കം ആണ് നമുക്കുള്ളത്. ഒരു 120 ബിലോ നമുക്ക്
ഇപ്പൊ എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ വലിയ എന്തെങ്കിലും ന്യൂസോ അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ അല്ലെങ്കിൽ ഔട്ട് ഫ്ലോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിന്റെ ബാക്കിലേക്ക് അതിന് പിന്നോട്ട് പോകാനുള്ള സാധ്യത നമുക്ക് കാണുന്നത്. സോ ഒരു ബേസ് ലെവൽ 120 വെച്ചിട്ട് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് മൂവ്മെന്റ്സിന്റെ സാധ്യതയുണ്ട്. 154 ആണ് ഇമീഡിയറ്റ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു റെസിസ്റ്റൻസ്. 180 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇമീഡിയറ്റ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് വ്യൂ ഉള്ള ഒരു സ്റ്റോക്സ് തന്നെയാണ് ടാറ്റ സ്റ്റീൽ. നിയറസ്റ്റ് സപ്പോർട്ട് 120 ആണ്. നമ്മൾ ഈ ഒരു ഫോറത്തിൽ അധികം സംസാരിക്കാത്ത ഒരു സ്റ്റോക്കാണ് ഭാരതി ഹെക്സാകോമിന്റെ ഓഹരികൾ. ഇന്ന് ഏതാണ്ട് ഒരു 4.5% മുകളിലുള്ള ഒരു നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. ലാസ്റ്റ് ഒരു വർഷത്തെ ഒരു പെർഫോമൻസ് പരിശോധിക്കുമ്പോഴും 81%-ലധികം ഒരു ഡീസന്റ് ആയിട്ടുള്ള റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് ഭാരതി ഹെക്സാകോം എന്ന് പറയുന്നത്. നിലവിൽ ഭാരതി ഹെക്സാകോമിൽ താങ്കളുടെ ഒരു വ്യൂ എങ്ങനെയാണ്? ഭാരതി ഹെക്സാകോം ഇപ്പോൾ 1500 ലെവലിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് സ്റ്റോക്കിൽ പോസിറ്റീവ് ആയിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് വാച്ച് ചെയ്യാത്ത ഒരു സ്റ്റോക്സ് ആണ്. ഈവൻ ദോ അതിന്റെ ടെക്നിക്കൽസ് മാത്രം പറയാം. ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് 1240 എന്ന് പറയുന്ന ലെവൽ ഉണ്ട്. ഇപ്പോൾ ഒരു 1520 മുകളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൊമെന്റം എക്സ്പെക്ട് ചെയ്യാം. വോളിയം വളരെയധികം നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കാണാൻ കഴിയുന്നില്ല. സോ ഇതിലൊരു ഷോർട്ട് ടൈം ട്രേഡറെ സംബന്ധിച്ചൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അഗൈൻ സ്റ്റോക്സിൽ പോസിറ്റീവ് ആണ്. ചാർട്ട് അതിൽ കാണിക്കുന്നത് സ്വർണം ഓൾ ടൈം ഹൈ നിലവാരം ടച്ച് ചെയ്ത് നിൽക്കുന്ന സമയത്ത് മുത്തൂറ്റ് ഫിനാൻസ്, IIFL ഫിനാൻസ് പോലുള്ള പ്രധാനപ്പെട്ട ഓഹരികളിൽ ഒരു ഇടിവ് കാണുന്നുണ്ട്. കാരണം RBIയുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് വന്നിരിക്കുകയാണ്. സ്വർണ്ണ വായ്പകൾക്ക് മേൽ സമഗ്രമായിട്ടുള്ള ഒരു നിയന്ത്രണം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ സ്റ്റോക്കുകളിൽ ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. സുരജ് സാർ, അനില വളരെ കൃത്യമായിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുകയുണ്ടായി. മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം 5.5% കൂടുതലുള്ള ഒരു ഇടിവിലേക്കാണ് ഇന്ന് പോയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഫ്രെയിം വർക്ക് ഇതിനു മുൻപ് തന്നെ RBIയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടിയിരുന്നതല്ലേ? അല്ല, നമ്മളിപ്പോൾ ഇത്രയും നാൾ പറഞ്ഞു വെച്ചത് ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ഇപ്പൊ ഈ 90 ഡേയ്സിന്റെ ഒരു മൊറട്ടോറിയം പ്രഖ്യാപിച്ചല്ലോ ഈ ട്രംപ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് കാര്യങ്ങൾ ഒരു രീതിയിലേക്ക് ചെറുതായിട്ടൊന്ന് താൽക്കാലികമായിട്ടുള്ള ശമിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനിയുള്ള അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലും പോസിറ്റീവ് ന്യൂസ് വരാനാണ് ചാൻസുകൾ ഉള്ളത് എന്നുള്ളത് ഞാൻ പറഞ്ഞു വയ്ക്കുന്നു. അതാണ് ബാക്ക്ഗ്രൗണ്ട്. അതായത് നെഗറ്റീവ് ന്യൂസ് എല്ലാം വന്നു കഴിഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി ഡിസ്കഷൻസിന്റെയും നെഗോഷിയേഷൻസിന്റെയും ഡോറ് ഓപ്പൺ ആണ്. ഈ 90 ഡേയ്സ് ആണ് ഏറ്റവും വലിയ ഡേഞ്ചറസ് ഡേയ്സ് ആയിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നു. കാര്യം അറിയാം, അതായത് കാര്യം എന്ന് വെച്ചാൽ വെരി ക്രൂഷ്യൽ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആ ട്രേഡ് ഡീലിനെ കുറിച്ചൊന്നും പറയില്ല. വേൾഡ് വിൽ ഫൈൻഡ് ഇറ്റ്സ് ഓൺ ഫീറ്റ്, റൈറ്റ്? അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ട്രംപിന്റെ ടാരിഫും ആ കാര്യങ്ങളിലൊക്കെ രാജ്യങ്ങളൊക്കെ എക്യുപ്ഡ് ആണ് അതിലൊരു നെഗോസിയേഷൻ എത്താനായിട്ട്. ഇതിലൊരു നെഗോസിയേഷൻ വേണമെന്ന് US ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഫ്രീ ട്രേഡ് എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് മാറി ഒരു ഫെയർ ട്രേഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് 90 ഡേയ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ലോകം തിരിച്ചെത്തും. കോവിഡിനും അതേപോലെ ആയിരുന്നല്ലോ. എന്തൊക്കെയായിരുന്നു നമ്മൾ ഓവർ ഇതായിട്ട് നമ്മൾ പറഞ്ഞു, ഇനി മുതൽ ജനങ്ങൾ അങ്ങനെ പോകത്തില്ല, സിനിമ കാണത്തില്ല, യാത്ര ചെയ്യത്തില്ല. വേൾഡ് വിൽ ഫൈൻഡ് ഇറ്റ്സ് ഓൺ ഫീറ്റ്. അതിനകത്ത് എനിക്ക് യാതൊരു സംശയമില്ല. ബട്ട് ഈ 90 ഡേയ്സിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രത്യേകിച്ച് എനിക്ക് മറ്റുള്ള മാർക്കറ്റിനെ കുറിച്ച് വലിയ ധാരണയില്ല. നമുക്ക് ഈ കിട്ടുന്ന ന്യൂസുകൾ വെച്ച് നമ്മൾ അനലൈസ് ചെയ്ത് പറയുന്നു എന്നല്ല. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിലെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരാളാണ് ഞാൻ. ഇനി വരാൻ പോണ ന്യൂസുകളും വാട്സപ്പ് മെസ്സേജുകളും ഒക്കെ നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത്. അതായത് ട്രംപ് ചെയ്യാൻ പോയത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു, ഇത് കണ്ടിട്ടായിരുന്നു, ഇത് ഇങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ഒരുപാട് ന്യൂസുകൾ ജനങ്ങളുടെ മുന്നിലേക്ക് വരും. നിങ്ങൾ വളരെ സൂക്ഷിച്ച് മാത്രം അതിനെ ഡീൽ ചെയ്യുക എന്നുള്ള. രണ്ടാമത്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓപ്പറേറ്റേഴ്സും പല മാർക്കറ്റ് ഇന്റർമീഡിയറീസും പല സ്റ്റോക്കിലും പെട്ടുപോയിട്ടുണ്ട്. ഈ പെട്ടുപോയതൊന്നും പെട്ടെന്ന് ഈ ട്രംപിന്റെ ടാരിഫിൽ ഊരിപ്പോകാൻ പറ്റിയില്ല. ഇന്ത്യൻ മാർക്കറ്റ് വിചാരിച്ചതിനേക്കാളും വലിയ രീതിയിൽ 26% ഒരു ഭേദപ്പെട്ട രീതിയിലാണ് അത് ഇന്ത്യൻ മാർക്കറ്റിൽ ടാരിഫായിട്ട് വന്നതെന്നുള്ളതും അവിടെ വെച്ച് ഒരുപാട് ഓപ്പറേറ്റേഴ്സ് പല സ്റ്റോക്കിലും പെട്ടുപോയി എന്നുള്ളത് എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അവരുടെ തലയിലുള്ള സ്റ്റോക്സിനെ മറ്റുള്ള സാധാരണ ജനങ്ങളുടെ തലയിലേക്ക് വയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് പോസിറ്റീവ് ബിൽഡപ്പ് ഉണ്ടാക്കണം. നല്ല നല്ല സ്റ്റോക്കുകൾ അവർ അക്യുമുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊരു നെഗറ്റീവ് ബിൽഡപ്പ് ഉണ്ടാക്കണം. ഇതെല്ലാം നടക്കാൻ പോകുന്ന 90 ഡേയ്സ് ആയിരിക്കും നമ്മൾ ഈ കാണാൻ പോകുന്നത് എന്നുള്ള. ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട സമയമാണെന്ന് ഞാനൊന്ന് കോഷൻ ചെയ്യുന്നു. ഞാൻ വിചാരിക്കുന്നത് ഞാൻ തെറ്റായിക്കോട്ടെ, ഞാൻ തെറ്റാവണം എന്ന് തന്നെയാണ് എൻ്റെയും പ്രാർത്ഥന. ബട്ട് ഞാൻ ജനങ്ങളെ കോഷൻ ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല.
പല കാര്യങ്ങളിലും പല സമയങ്ങളിലും എൻ്റെ 25 കൊല്ലം 30 കൊല്ലത്തെ മാർക്കറ്റ് ഇൻവോൾവ്മെന്റിൽ ഞാൻ കണ്ടു ശീലിച്ച ഒരു കാര്യമാണ് ഞാൻ ഈ പങ്കുവെക്കുന്നതെന്നല്ല. ഇപ്പൊ ഈ മുത്തൂറ്റ് ഫിനാൻസിന്റെ കാര്യം അനില പറഞ്ഞത് എക്സാക്ട്ലി പെർഫെക്റ്റ് നെറേറ്റീവാണ്. അതായത് ഇത് തന്നെയാണ് കറക്റ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞ ഒരു റീഡിങ് നമുക്ക് അതിനകത്ത് കിട്ടുന്നത്. ബട്ട് എന്നെ സംബന്ധിച്ച് ഏതൊരു കാര്യത്തിന് 2 വശങ്ങളുണ്ടല്ലോ. ഞാൻ മറ്റുള്ള വശം ഞാൻ നോക്കി. അതായത് ഈ മുത്തൂറ്റ് ഫിനാൻസിന് ശരിക്കും പറഞ്ഞ ഏതാണ്ട് 1 lakh crore ഗോൾഡ് AUM-മായ കമ്പനിയാണ്. ഓക്കെ, അത് ഏതാണ്ട് 40% ഗൈഡൻസ് അത് കൊടുത്തിട്ടുമുണ്ട്. മണപ്പുറത്തിലാണെങ്കിൽ ഗോൾഡ് ലോണിന്റെ ഓപ്പർച്യൂണിറ്റി കണ്ട് ബെയിൻ ക്യാപിറ്റൽ വന്ന് അതിനകത്ത് സ്റ്റേക്കും എടുത്തു. ഓക്കെ, ഈ ഗോൾഡ് ലോണിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോകത്ത് ഗോൾഡ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ ഗോൾഡ് ലോണിന്റെ പ്രത്യേകത കൂടുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ടെയിൽ വിൻഡ് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള രീതിയിലുള്ള ഫണ്ടിങ്ങുകളൊക്കെ കുറയുമ്പോൾ ഗോൾഡ് ലോണിലേക്ക് ആൾക്കാർ തിരിയാനുള്ള ചാൻസസും ഹൈ ആണ്. എല്ലാ ടെയിൽ വിൻഡും ഒന്നിച്ചു വരുന്ന ഒരു ഇൻഡസ്ട്രിയും സെക്ടറും സ്റ്റോക്കും ആയിരുന്നു മുത്തൂറ്റ് ഫിനാൻസും ഗോൾഡ് NBFCs. ഗോൾഡ് NBFCs മുത്തൂറ്റ്, മണപ്പുറം, പിന്നെ വരുന്ന IIFL ഫിനാൻസ്, പിന്നെയുള്ളത് ബാങ്കിന്റെ ഗോൾഡ് ഡിവിഷനാണ്. ഓക്കെ, ഇപ്പതാ പെട്ടെന്ന് RBI ഒരു ന്യൂസ് ആയിട്ട് വന്നേക്കുന്നു. അപ്പൊ RBI പറഞ്ഞ കാരണം എന്താണ്? ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ്. അതായത് ഇതിനകത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് എല്ലാവരും പ്രതീക്ഷിച്ചു ഈ പറയുന്ന പോലെ NBFCക്ക് ഇത് നെഗറ്റീവ് ആണോ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റിൽ തിരിച്ചു വന്നിട്ട് ക്ലാരിഫൈ ചെയ്തൊരു കാര്യം, ഇത് നെഗറ്റീവായിട്ട് നിങ്ങൾ കണക്കാക്കരുത്, ഇത് ഞങ്ങൾ ഈവൻ പ്ലേയിങ് ഫീൽഡ്. അതായത് ബാങ്കിന് കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ലോ ആണ്, NBFCക്ക് ഹൈ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ബാങ്കുകൾ ഒരുപാട് ഗോൾഡ് ലോണിലേക്ക് വന്നു കഴിഞ്ഞാൽ NBFCയെ അഫക്ട് ചെയ്യും എന്നുള്ളൊരു ബിസിനസ് ഡൈനാമിക്സ് ഉണ്ട്, അങ്ങനെ ആ സെക്ടറിനുണ്ട്. ബട്ട് ബാങ്കുകൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൽ അവർക്ക് ഒരുപാട് ഗാം ഓഫ് സർവീസസ് ഉണ്ട്. ഗോൾഡ് ലോൺ അതിന്റെ ഒരു പാർട്ട് മാത്രമാണ്. ഈ മുത്തൂറ്റ് പോലുള്ള കമ്പനികളുടെ ഏതാണ്ട് അനില പറഞ്ഞ പോലെ 90% ഈ ഗോൾഡ് ലോൺ ആണ് NBFC ആയിട്ട് അവർ ചെയ്യുന്നത്. മുത്തൂറ്റിന്റെ ലോൺ ടു വാല്യൂ എത്രയെന്ന് അറിയോ? അതായത് 75% ആണ് അവർ വച്ചിരിക്കുന്ന നോം. അതായത് ഇപ്പൊ RBI പറഞ്ഞ നോം തന്നെയാണ് അവർ വെച്ചിരിക്കുന്നത്. 75%, അതായത് 100 രൂപയുടെ ഗോൾഡ് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ 75 രൂപയെ കൂടുതൽ തരത്തില്ല. അതായത് 25 രൂപ ഗോൾഡിൽ താഴെ വന്നാലും അവർക്ക് കുഷൻ ഉണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. ഈ 75 രൂപയ്ക്ക് താഴെ 75 രൂപയാണ് അവർ LTV വച്ചിരിക്കുന്നതെങ്കിൽ പോലും കൊണ്ടുവച്ചിരിക്കുന്നവരുടെ ഗോൾഡ് അവിടെ ഇരിക്കുമ്പോഴാണ് നന്നായിട്ട് പ്രൈസ് കയറിയത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഗോൾഡിന്റെ പ്രൈസ് കയറിയപ്പോൾ ഈ LTV 75 നിന്ന് 62 ആയത്. 75 നിന്ന് 62. ഒന്ന് ആലോചിച്ച് നോക്കൂ, 12 തൊട്ട് 14% വരെ LTV താന്നു എന്നുള്ളതാണ്. 75 ആണ് ഇപ്പോഴും RBI പറഞ്ഞ നോ. 40% ഗ്രോത്ത് ഗൈഡൻസ് ആണ് FY25 മുത്തൂറ്റ് പറഞ്ഞേക്കുന്നത്. ജോർജ് മുത്തൂറ്റ് TV-യിൽ വന്ന് നമുക്ക് മറ്റുള്ള പല ചാനലുകളിലും ഇന്റർവ്യൂവിൽ പറഞ്ഞ് 40% ആണ്. ഓക്കെ, മണപ്പുറത്തിന്റെ MD നന്ദകുമാർ സാറ് TV-യിൽ വന്ന് പറഞ്ഞ എന്താ, ആക്ച്വലി ഇത് നെഗറ്റീവ് അല്ല, ഇത് ഞങ്ങൾക്ക് നല്ലതാണ്, ബാങ്കുകളും ഞങ്ങളും തമ്മിലുള്ള പാരിറ്റി മാറി ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോവാം എന്നുള്ള രീതിക്കാണ് അദ്ദേഹം കമന്റ് ചെയ്തേക്കുന്നത്. ആ ഗോൾഡ് ലോൺ കമ്പനിക്കാണ് ഈ പറഞ്ഞ പോലെ മാർക്കറ്റിൽ താഴേക്ക് വരുന്നത്. ഓക്കെ, ഒരു കാരണം ചിലപ്പോൾ സ്റ്റോക്ക് താഴെ വന്നത് ഒരുപാട് ലോങ് ബിൽഡപ്പ് ഉണ്ടായിരുന്നേക്കാം. അതായത് അതിൽ ടെക്നിക്കലി ബുള്ളിഷ് ആയിരുന്നു, ഫണ്ടമെന്റലി സ്ട്രോങ് ആയിരുന്നു. ബെയിൻ ക്യാപിറ്റൽ മണപ്പുറത്തിൽ ഒരു സ്റ്റേക്ക് എടുത്തതിന്റെ ന്യൂസ് ഉണ്ട്. ഇതെല്ലാം ഒരു സെക്ടർ ടെയിൽമെന്റ് ആയിട്ട് നിൽക്കുമ്പോൾ അതിനകത്തൊരു എക്സൈറ്റ്മെന്റ് ബിൽഡപ്പ് ചെയ്തുകൊണ്ടായിരിക്കാം ഒരു ഭാഗത്തെ മാർക്കറ്റ് കറക്ഷൻ. രണ്ടാമത് ഞാൻ പേടിക്കുന്ന മാർക്കറ്റ് കറക്ഷൻ ഇനി അതിനകത്ത് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാക്കി ഇതിനെ ഓപ്പറേറ്റേഴ്സ് അക്യൂമുലേറ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. ജനങ്ങൾ, ഇതാണ് ഞാൻ പറയുന്നത്. ഇത് എനിക്കറിയില്ല, ഞാൻ ഇത് എന്റെ ഒരു പോസിബിലിറ്റി മാത്രം ഞാൻ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്നും ആലോചിക്കുകയും ഞാനൊരു വ്യക്തിപരമായ ഇൻവെസ്റ്റർ ആയതുകൊണ്ടും ഞാൻ ഇത് പുറത്ത് നിങ്ങളോട് പറയുന്നു എന്നുള്ളൂ. ഇപ്പൊ മുത്തൂറ്റ് ഫിനാൻസ് ചിലപ്പോൾ എനിക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റോക്ക് ആവാം, അല്ലെങ്കിൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലായിരിക്കാം എന്റെ റിലേറ്റീവ്സ്. അല്ലെങ്കിൽ ഇത് ഞാൻ പറയുന്നത് ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ആയിട്ടോ നിങ്ങൾ കണക്കാക്കരുത്. ഇതൊരു സോളിസിറ്റേഷൻ ആയിട്ടും കണക്കാക്കരുത്. നിങ്ങൾ ഒരു രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിനെയോ അല്ലെങ്കിൽ ഒരു റിസർച്ച് അനലിസ്റ്റിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറിനെയോ ചാർട്ടേഡ് അക്കൗണ്ടിനെ കണ്ടിട്ട് മാത്രം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മുന്നോട്ട് പോവുക. ഞാൻ മുത്തൂറ്റ് ഫിനാൻസിന്റെ പ്രിമൈസസ് പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ പോലെ ഇതേപോലെ പല സ്റ്റോക്കിലും സെക്ടറുകളിലും ഇതേപോലെ നെഗറ്റീവ് ന്യൂസ് ഇറക്കിവിട്ട് ഗ്ലോബൽ മാർക്കറ്റിലെ എക്കണോമിയെ കുറിച്ചും നെഗറ്റീവായിട്ട് ഇറക്കിവിട്ട് ട്രംപിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഇൻസൈഡർ ട്രേഡിംഗും ഒക്കെ പറഞ്ഞു വിട്ട് ഈ പറയുന്ന 90 ഡേയ്സിൽ ഒരുപാട് സ്പെക്കുലേറ്റീവ് ന്യൂസുകൾ ഇന്ത്യൻ സിസ്റ്റത്തിലേക്ക് വരാൻ ചാൻസുകൾ വളരെ ഹൈ ആണ്. എന്റെ എക്സ്പീരിയൻസ് അതാണ് പഠിപ്പിച്ചു തരുന്നത്. സാധാരണ നിങ്ങൾ ഇതിൽ നിന്നൊക്കെ മാറി നിന്ന്, ഞാൻ വീണ്ടും പറയുന്നത്, കഴിയുന്ന ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ നോക്കുക. മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നല്ല പറയുന്നത്. മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഫോക്കസിൽ തന്നെ മുന്നോട്ട് പോകുക. പക്ഷേ ഈ വക ന്യൂസുകളിൽ കയറി എടുത്തു ചാടാതിരിക്കുക എന്നുള്ളത് നമ്മൾ വീണ്ടും പറഞ്ഞു. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, നമുക്കൊക്കെ നിവൃത്തിയില്ലാതെ പോയതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ഡ്യൂട്ടി ആയിട്ട് നമ്മൾ ചാനലിൽ നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മളൊരു മാർക്കറ്റ് കമന്ററി നടത്തുന്നുണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ബാഗൊക്കെ പാക്ക് ചെയ്ത് എവിടെയെങ്കിലും പോയി ഒരു തീർത്ഥ
തീർത്ഥാടനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയി ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഒരു സമയമാണ്. കാര്യം നമ്മുടെ ഫോക്കസ് മാറിപ്പോവാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്നുള്ള ഇന്ത്യൻ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും ഇനി മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലാണെങ്കിൽ പോലും ഇൻഡിവിജ്വൽ സ്റ്റോക്സിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബട്ട് ട്രീറ്റ് ദ മാർക്കറ്റ് വെരി കെയർഫുള്ളി വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഒരുപാട് നെഗറ്റീവ് ന്യൂസ് ഉണ്ട്, നിങ്ങളത് കഴിയുന്നതും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു വെക്കുന്നു. യെസ്, എന്തായാലും അനീഷ് സാറിലേക്ക് തന്നെ പോവാം. അനീഷ് സാർ, മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ടമെന്റലി വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡെസ്കിൽ നിന്ന് അനിലയും ഇപ്പോൾ സൂരജ് സാറും നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിന്റെ ടെക്നിക്കൽ ലെവൽ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഇന്നിപ്പോൾ 5.5% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തുകയാണ് സ്റ്റോക്ക്. ഇതിലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കറക്ഷൻ നടക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് എല്ലാവർക്കും അതിന്റെ വാല്യുവേഷന്റെ ഒരു ഗുണവും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞു, വോൾട്ടാലിറ്റി അവർക്ക് ഒരു അനുഗ്രഹമായിരിക്കാം, അതിലുണ്ടാവാം. അതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ നമുക്ക് അതിന്റെ പോസിറ്റീവ് ഔട്ട്ലുക്സുകൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇൻ ബിറ്റ്വീൻ ഫണ്ട് ഫ്ലോയുടെ ഇതനുസരിച്ചിട്ട് വോൾട്ടാലിറ്റീസ് ഉണ്ടാവാം. മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചു കാലമായിട്ട് നല്ല പോസിറ്റീവ് മൂവ്മെന്റ്സ് ആണ് വന്നിരുന്നത്. ആ ഒരു പോസിറ്റീവ് മൂവ്മെന്റ്സിൽ ഒരു കറക്ഷൻസ് അനിവാര്യമാണ്. ആ ഒരു കറക്ഷൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന മാർക്കറ്റിൽ ഒരു 1800 ലെവലിലേക്ക് കറക്റ്റ് ചെയ്യപ്പെടാം ഒരു ഷോർട്ട് ടൈം വ്യൂവിൽ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂ ആയിട്ട് കണ്ടാൽ മതി. കാരണം ഒരു ഹെൽത്തി ആയിട്ടുള്ള കറക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ വാല്യുവേഷൻസ് ഒക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് മാത്രമാണ് തീർച്ചയായിട്ടും. പിന്നെ ഇത് മുത്തൂറ്റ് എന്ന് പറയുന്നത് എല്ലാവരും പറയും പോലെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വേഗമുള്ള ഒരു കമ്പനി ആയതുകൊണ്ടാണ് അതിനെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7.32 crores ആണ് ടോട്ടൽ AUM ഗോൾഡിലാണ്. അതിൽ തന്നെ അവർ 1 point something ഉണ്ട്. അപ്പൊ 7-1 അവരുടെ കയ്യിലാണ് AUM എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇൻഫർമേഷൻ കറക്റ്റ് ആണോ എനിക്ക് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞാൽ വരുന്നതാണ് നമ്മളുടെ മണപ്പുറം പോലുള്ള സ്റ്റോക്സ്. ഇതിലൊക്കെ ഒരു കറക്റ്റീവ് ആക്ഷൻസ് വരുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ക്ലിയർ ആയിട്ടുള്ള വാല്യുവേഷൻസും ഓവറായിട്ടുള്ള ബിൽഡപ്പ്, ഇത് പോസിറ്റീവ് ആയിരുന്നപ്പോൾ തന്നെ ഓവറായിട്ടുള്ള ബിൽഡപ്പ് ഇതിലുണ്ടായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം തന്നെ ഒരു കറക്റ്റ് ചെയ്ത് ഒരു ഫെയർ വാല്യൂയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആകും. ആ സമയം വരെ വെയിറ്റ് ചെയ്തിരുന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് ആൾറെഡി ഉള്ള ഇൻവെസ്റ്റേഴ്സും വലിയൊരു നെഗറ്റീവായിട്ട് എടുക്കേണ്ടതില്ല. ഇതൊരു ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ന്യൂസുമായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇതൊരു ഫെയർ ഫീൽഡാണ്, ആൾറെഡി പറഞ്ഞതുപോലെ ഫെയർ ഫീൽഡ് ആക്കാൻ വേണ്ടി ചെയ്തതാണ്. അതുപോലെ തന്നെയാണ് ഈ ടെക്നിക്കലിലും ഇത് കാണുന്നത്. വലിയ ഹെവി വോളിയം ഒന്നും ഇപ്പൊ നമുക്ക് പ്രതീക്ഷിക്കുന്നില്ല. ഫസ്റ്റ് ദിവസം ഒരു ഹെവി വോളിയം ഉണ്ടായിരുന്നു, അതുപോലെ പോലും അത് തിരിച്ച് റിക്കവർ ആയിരുന്നു. അതൊരു പ്രൈസ് ആക്ഷന്റെ മൂവ്മെന്റ്സ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. അഗൈൻ ഒരു 1800 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് സോണിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു ഫെയർ വാല്യൂലേക്ക് വരും. യെസ്, അതോടൊപ്പം സാർ ഇന്ന് ചോദിക്കാൻ ഉള്ളത് സിപ്ലയെ കുറിച്ചിട്ടാണ്. സിപ്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 3.25% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ തീർച്ചയായിട്ടും താരിഫിന്റെ ഒരു അനിശ്ചിതാവസ്ഥകളൊക്കെ തന്നെ ഫാർമ മേഖലയിലും നിലനിൽക്കുന്ന സമയത്ത് ക്യാൻസർ മരുന്നിനുള്ള ജനറിക് ക്യാൻസർ മരുന്നിനുള്ള USFDA അനുമതിയിൽ സിപ്ല ഇന്ന് നേട്ടമുണ്ടാക്കുന്നു. തുടക്കഘട്ടത്തിൽ 5% നേട്ടമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. യുഎസിലാണ് ഇത് ലോഞ്ച് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചിരിക്കുകയും ചെയ്യുന്നത്. നിലവിലെ ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണോ സിപ്ലയിൽ ഒരു മുന്നേറ്റം കാണുന്നത്? ടെക്നിക്കലി ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? സിപ്ല നോക്കുകയാണെങ്കിൽ കുറച്ചു കാലമായിട്ട് അത് കൺസോൾട്ടേറ്റഡ്, അതായത് ഒരു വിത്തിൻ ബാൻഡിലാണ് അത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. 1320, 1560 എന്ന ലെവലിലേക്കാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൺസോൾട്ടേറ്റഡ് ആണ്. ഈ ഒരു പോസിറ്റീവ് ന്യൂസിനെ അതിനെ ഔട്ട് ബാൻഡ് ഔട്ട് കൊണ്ട് പോകാൻ, അതായത് പോസിറ്റീവിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. വലിയതായിട്ട് മൂവ് ചെയ്തിട്ടില്ല, കൺസോൾട്ടേഷൻ ഉള്ളതാണ്. ചെറിയ കറക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ ആവറേജ് വോളിയമാണ് ഇപ്പോഴും ഉള്ളത്. അത് ഇന്ന് മൂവ്മെന്റ്സ് വന്നെങ്കിൽ പോലും വോളിയത്തിന്റെ കാര്യത്തിൽ ഒരു വലിയൊരു ജമ്പോ കാര്യങ്ങളോ വന്നിട്ടില്ല. നമുക്കത് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. എനിക്ക് എങ്കിലും ഒരു പോസിറ്റീവ് വ്യൂ ആണ് ഈ സ്റ്റോക്സിലുള്ളത്. നിയറസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1560 ആണ്. അതേപോലെ തന്നെ 1320 സപ്പോർട്ട് ലെവലാണ്. നമുക്കൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ഒരു റീറ്റെയിലിനെ സംബന്ധിച്ച്, അതേപോലെ എല്ലാവരെയും സംബന്ധിച്ച് നമുക്കത് വ്യൂ ചെയ്യാവുന്നതാണ് എന്നാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത്.
നമ്മൾ ഇന്ന് റിയൽറ്റി സെഗ്മെന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ NBCCയുടെ ഓഹരികളിൽ 1% കൂടുതൽ ഒരു നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ NBCC 87 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ക്വാർട്ടർലി റിസൾട്ടുകളിൽ പൊതുവെ റിയൽറ്റി സെഗ്മെന്റിന്റെ ഒരു പ്രിവ്യൂ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ലക്ഷറി അതോടൊപ്പം തന്നെ റെസിഡൻഷ്യൽ യൂണിറ്റിലൊക്കെ കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം മേഖല പ്രതീക്ഷിക്കുന്നുമുണ്ട്. NBCCയിലുള്ള സാറിന്റെ ഒരു വ്യൂ എങ്ങനെയാണ്? MBCC ഞാനൊരു പോസിറ്റീവ് വ്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. MBCCയിലാണെങ്കിൽ നമ്മളൊരു ഷോർട്ട് ടൈം അല്ലെങ്കിൽ ഷോർട്ട് ടൈം വ്യൂവിൽ ഒരു സപ്പോർട്ട് പറയുകയാണെങ്കിൽ 60 ലെവൽ നല്ലൊരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ തിരിച്ച് റിക്കവർ ചെയ്യുന്ന ഒരു സ്റ്റോക്സ് ആണ് MBCC. നമുക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്സ് തന്നെയാണ്. അതിനെ ഫണ്ടമെന്റൽ ന്യൂസ് ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. 60 ലെവലിൽ വളരെയധികം സപ്പോർട്ട് ഉണ്ട്. സോ എനിക്ക് എന്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് 70 ലെവലിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഹൈ പോസിബിലിറ്റി ഉള്ള ഒരു സ്റ്റോക്സ് തന്നെയാണ്. അപ്പൊ ഇപ്പോഴും അത് പോസിറ്റീവ് ആണ്. നമുക്കൊരു പോസിറ്റീവ് ഔട്ട്കം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് പറയുന്നത് 116 ലെവൽ വരെയൊക്കെ പോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. MBCC തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് വ്യൂ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അടുത്തായിട്ട് ഡാബറിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു ഇടിവ് തന്നെയാണ് ഡാബർ രേഖപ്പെടുത്തുന്നത്. 1.28%, 500 രൂപയിൽ താഴെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് FMCG സെഗ്മെന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും വാച്ച് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ ഒന്നുകൂടിയാണ് ഡാബർ എന്ന് പറയുന്നത്. പക്ഷേ ഡാബറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഡൗൺ ഗ്രേഡ് റേറ്റിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത്. മോർഗൻ സ്റ്റാൻലിയിൽ നിന്നും സ്റ്റോക്ക് 396 രൂപയിലേക്ക് താഴാനുള്ള ഒരു സാധ്യതയാണ് പറഞ്ഞു വെക്കുന്നത്. ലാസ്റ്റ് ഇയർ ടു ടിൽ ഡേറ്റിലും 1 ഇയർ പെർഫോമൻസ് നോക്കിയാലും നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് ഈ ഒരു ഡാബർ എന്ന് പറയുന്നത്. മാർക്കറ്റിന്റെ കറക്ഷൻ ആരംഭിച്ച സെപ്റ്റംബർ മാസത്തിലാണ് ഒരു ഹൈ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നിങ്ങോട്ട് കാര്യമായിട്ടുള്ള മൂവ്മെന്റുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടുമില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു FMCG ഒരു മൂവ്മെന്റ്സ് കണ്ടായിരുന്നു. ITCയിലൊക്കെ നമ്മൾ അത് പോസിറ്റീവായിട്ട് കണ്ടതാണ്. ആ സമയത്തും ഡാബർ താഴോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്ന ഒരു ഡൗൺ ട്രെൻഡ് മൂവ്മെന്റ്സിലാണ് ഡാബർ ഇപ്പൊ ട്രേഡ് ചെയ്യുന്നത്. കുറച്ച് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ബിലോ 420 അല്ലെങ്കിൽ 400, 420 ലെവലിലാണ് സപ്പോർട്ടായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരു കറക്റ്റീവ് ആക്ഷൻസ് നിലനിൽക്കുന്ന ഒരു സ്റ്റോക്സ് ആണ്. തീർച്ചയായിട്ടും മാർക്കറ്റ് ഷെയറുമായിട്ടുള്ള ബന്ധപ്പെട്ട ആശങ്കകളൊക്കെ ആയിരിക്കാം ഇതിന് കാരണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ മുകളിലോട്ടുള്ള ഒരു മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് 580 വരാനുള്ള സാധ്യത നമുക്ക് എന്തെങ്കിലും ഒരു കവറിങ്, ഒരു ഷോർട്ട് കവറിങ്ങോ അല്ലെങ്കിൽ ഒരു ചെറിയ റിക്കവറി ഒക്കെ വരികയാണെങ്കിൽ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. എഗെയിൻ ഞാൻ പറയുന്നു, ഒരു കോൺഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഒരു 420 ലെവല് 400 ലെവലിലേക്ക് കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ റീ എൻറ്റർ ചെയ്യാം. അതുവരേക്കും നമുക്ക് അത് വെയിറ്റ് ചെയ്യാം എന്നതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി. യെസ് അനീഷ് സാർ, അതോടൊപ്പം തന്നെ ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കലിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 5.5% കൂടുതലുള്ള ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പൊതുവെ സ്പെഷ്യാലിറ്റി കെമിക്കൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കലണ്ടർ വർഷത്തിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഒരു റിക്കവറിയാണ് ബ്രോക്കറേജുകളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഒരു ട്രെൻഡ് റിവേഴ്സലിന്റെ സാധ്യത നിലവിൽ കാണുന്നുണ്ടോ? നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്സ് ആണ്. വോളിയത്തിൽ ഇംപ്രൂവ്മെന്റ്സ് കാണുന്നുണ്ട്. ഒരു 375 എന്നുള്ള ഒരു സപ്പോർട്ട് ലെവൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കുറച്ചു കാലമായിട്ട് അത് ആ ഒരു ലെവലിൽ അത് സപ്പോർട്ട് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 400 എബോ ആണ് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ട്രേഡ് ചെയ്യുന്നത്. ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു റിവേഴ്സൽ, ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു കറക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റോക്സ് ആണ്. എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ന്യൂസുകളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയൊരു മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യത നമുക്ക് കാണുന്നു. പിന്നെ ഇത് തീർച്ചയായും എന്തെങ്കിലും ഒരു മൂവ്മെന്റ്സ് വരികയാണെങ്കിൽ ഒരു സ്പീഡി മൂവ്മെന്റ്സ് ആണ് ഇതിൽ വരാനുള്ള സാധ്യത. അങ്ങനെ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്സ് ആണ്. ഒരു 600 ലെവലിലേക്ക് നമുക്ക് ഷോർട്ട് ടൈമിൽ അത് എക്സ്പെക്ട് ചെയ്യാം. ഇമീഡിയറ്റ് ഉള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 480 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു റിവേഴ്സൽ, ട്രെൻഡ് റിവേഴ്സലായിട്ട് എക്സ്പെക്ട് ചെയ്യാം. പോസിറ്റീവ് ഔട്ട്കം വരാനുള്ള സാധ്യതയുള്ള സ്റ്റോക്സ്. അനീസ്, അവസാനമായിട്ട് ഈ ഒരു സിനാരിയോയിൽ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും സ്റ്റോക്ക് വാച്ച് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സെഗ്മെന്റിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്സിന്റെ ഡീറ്റെയിൽസ് കൂടി. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും കൺസോളിഡേഷൻ എന്നൊക്കെ പറയും. ഒരു കൺസോളിഡേഷന് കുറച്ച് കാലമായിട്ട് കൺസോളിഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്സ് ആണ് ഏഷ്യൻ പെയിന്റ്സ് എന്ന് പറയുന്നത്. ആ ഏഷ്യൻ പെയിന്റ്സിലേക്ക് നമ്മൾ അതിന്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ
ഈ ഒരു ലെവലിൽ അതിപ്പോ കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ലെവലിൽ നിന്ന് എന്തെങ്കിലും ഒരു മൂവ്മെന്റ്സ് വരികയാണ്, അത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ്, അതായത് ഒരു 3000 ലെവലിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ചാർട്ടിന്റെ ഒരു 6 മാസത്തെ ചാർട്ട് അല്ലെങ്കിൽ ഈ സ്റ്റോക്സിന്റെ 6 മാസത്തെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൺസോൾട്ടേഷൻ മൂവ്മെന്റ്സ് നമുക്ക് അതിൽ കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നു ഒരു 3000 എബോ വരാനുള്ള ഒരു സാധ്യത, അതിന്റെ ഒരു പോസിബിലിറ്റി ഇപ്പോൾ നമുക്ക് ഉണ്ട്. യെസ്, എനിവേ താങ്ക് യു സോ മച്ച് അനീഷ് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. സുരജ് സാർ, നമ്മുടെ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിന് മുൻപായിട്ട് സാറിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിന്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അല്ല, ഈ നേരത്തെ ജാസ്മിൻ ചോദിച്ച ഈ ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഉണ്ടല്ലോ, അതൊരു ഇൻട്രസ്റ്റിംഗ് കമ്പനിയാട്ടോ. അതായത് ഈ പറയുന്ന പോലെ ഈ ഒരു സ്പെഷ്യലൈസ്ഡ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് കാർബൺ കമ്പനിയാണ്. അവർ ഈ കാർബണിന് ഒരുപാട് ഇൻവോൾവ്മെൻ്റ് ഉള്ള, അപ്പോൾ ഈ ലിത്യം അയൺ ബാറ്ററിയുടെ ഈ ആനോഡ് ഉണ്ടാക്കണതിൽ ഒരു പൈനിയർ കമ്പനിയാണ് ഹിമാദ്രി സ്പെഷ്യൽ കെമിക്കൽസ്. അപ്പോൾ ഈ EV ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ വളരെ പോപ്പുലറായിട്ട് വരുന്ന കാലഘട്ടത്തിൽ ഈ കമ്പനിക്ക് ഒരു അറ്റൻഷൻ അടുത്ത കാലത്ത്, നമ്മൾ പേര് വായിക്കുമ്പോൾ അധികം ഒരു അട്രാക്ഷൻ തോന്നില്ല. ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് അതൊരു കെമിക്കൽ കമ്പനിയാണ്. യെസ്, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ കെമിക്കൽ കമ്പനി, ബട്ട് ദ കെമിക്കൽ ദാറ്റ് ദേ ആർ ഡീലിംഗ് ഇസ് കാർബൺ. ആ കാർബൺ എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററിയിലെ ഒരു ആനോഡിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് അതിനൊരു പോപ്പുലാരിറ്റി വരുന്നു എന്നുള്ളത് ഒരു കാര്യം. പിന്നെ സിപ്ലയെ കുറിച്ച് നമ്മൾ പറഞ്ഞ പോലെ സിപ്ലയ്ക്ക് ഒരു അല്ലെങ്കിൽ ഒരു ടെയിൽ വിൻഡ്, ഞാൻ പറഞ്ഞില്ല, ഇൻ കേസ് ടാരിഫ് വരികയാണെന്നുണ്ടെങ്കിൽ സിപ്ലയ്ക്ക് വളരെ വലിയൊരു ഫെസിലിറ്റി അവർക്ക് US തന്നെ ഉണ്ട്. അപ്പോൾ അവർക്ക് അതില്ലാതെ തന്നെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ US നിന്ന് തന്നെ US അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയും കൂടെയാണ് സിപ്ല എന്ന് പറഞ്ഞാൽ. നമ്മൾ നേരത്തെ മുത്തൂറ്റ് ഫിനാൻസിന്റെ കാര്യം പറഞ്ഞ പോലെ അവർക്ക് അടുത്ത കാലത്ത് അവർക്കൊരു റേറ്റിംഗ് അപ്ഗ്രേഡ് കിട്ടിയിട്ടോ. BB+ ആയ കമ്പനിയാണ്. അതായത് അവരുടെ ഫിനാൻഷ്യൽസ് അത്രയ്ക്ക് ക്ലാസ് ആണ് എന്ന് പറയുന്ന സമയത്താണ് RBI ഇങ്ങനെ വന്നത്. മേ ബി RBI അനിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഗോൾഡ് ഭയങ്കരമായിട്ട് കയറുന്നുണ്ട്, ആൾക്കാർ കൊണ്ടുവച്ചിട്ട് ഇനി ഗോൾഡ് താഴെ പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കും പറഞ്ഞത്. നമ്മൾ ആ മുത്തൂറ്റ് ഫിനാൻസിന്റെ മറ്റൊരു വശം നമ്മൾ ഇൻവെസ്റ്റേഴ്സിലേക്ക് നമ്മളൊന്ന് അറിയിച്ചു എന്ന് മാത്രം. നമ്മളെ സംബന്ധിച്ച് ഒന്ന് മാത്രമേ ജാസ്മിൻ പറയാനുള്ളൂ. അതായത് സ്റ്റോക്കുകളുടെ ന്യൂസ് വരും പോവും എല്ലാം ഉണ്ടാവുമെങ്കിലും നിങ്ങൾ വളരെ ഇരുന്ന് ആലോചിച്ച് രണ്ട് വശം, ഞാൻ പറഞ്ഞില്ലേ, ഒരു രാവുണ്ടെങ്കിൽ ഒരു പകലുണ്ട്, ഒരു ബ്ലാക്ക് ഉണ്ടെങ്കിൽ ഒരു വൈറ്റ് ഉണ്ട്, ഒരു ഹെഡ്സ് ഉണ്ടെങ്കിൽ ഒരു ടെയിൽസ് ഉണ്ട്, ഒരു ലെഫ്റ്റ് ഉണ്ടെങ്കിൽ ഒരു റൈറ്റ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ എല്ലാ കാര്യത്തിനെയും ഒരു പിഞ്ച് ഓഫ് സോൾട്ട് കൂടെ എടുത്ത് ചാടി ഓവർ എക്സൈറ്റഡ് ആയി പെട്ടെന്ന് തന്നെ ഒരു മൊമെൻ്ററി ആയിട്ട് ഡിസിഷൻ എടുത്ത് പോവാതിരിക്കുക. പല കാര്യങ്ങളും ഇനി ഫേക്കിങ് കാര്യം എന്നറിയോ, ഇപ്പം മാർക്കറ്റ് നമ്മൾ പറയണേ, ഞാനൊക്കെ വ്യക്തിപരമായിട്ട് ഞാൻ ആലോചിക്കണമെങ്കിൽ ഓപ്പറേറ്റേഴ്സ് പാരഡൈസ് ആണ്. കാര്യം ഫ്ലക്ച്വേഷൻസ് നിൽക്കും, കറൻസിയിലും സ്റ്റോക്സിലും ഒരുപാട് ന്യൂസ് വേരിയബിൾസ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കളികൾ മാർക്കറ്റിൽ വരാനുള്ളത്. അപ്പോൾ ആ കളികളിൽ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടി വളരെ ആലോചിച്ച് മാത്രം, ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഉള്ളത് സെല്ല് ചെയ്ത് ക്യാഷ് ഇരിക്കണമെന്നോ ഒന്നും ഇതിനർത്ഥമില്ല. നമ്മൾ ഇതിനകത്തൊന്ന് കോഷൻ ചെയ്യുന്നു മാത്രം. ഈ വക ന്യൂസുകളിൽ മൊമെൻ്ററി ആയിട്ട് എടുത്ത് ചാടി പോവാതിരിക്കുക. ഇപ്പം നമ്മൾ US തന്നെ കണ്ടില്ലേ, ഇതിന് 2 ദിവസം മുമ്പേ തന്നെ എന്തോ ഒരു ന്യൂസ് വന്നു, വാൾ സ്ട്രീറ്റ് അത് റിജക്റ്റ് ചെയ്തു. ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളിൽ ചെന്ന് പെടരുത്. വളരെ മെച്യൂറായിട്ട് വളരെ റാഷണലായിട്ട് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകൾ ക്ലീശയാണെന്ന് നമുക്ക് തന്നെ അറിയാം. എങ്കിലും നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഞാനും ഒരു ഇൻവെസ്റ്ററാണ്, ജാസ്മിനും ഒരു ഇൻവെസ്റ്ററാണ്, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഒരു ഇൻവെസ്റ്ററാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് പൈസ പ്രോഫിറ്റ് ഉണ്ടാക്കിയില്ലെങ്കിലും ഒരു ലോസ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരരുത്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, എവറി മണി സേവ്ഡ് ഈസ് എവറി മണി ഏൺഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഓപ്പറേറ്റേഴ്സ് പാരഡൈസ് ആയിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റ് ഈസ് സസെപ്റ്റിബിൾ ഫോർ എ ലോട്ട് ഓഫ് ന്യൂസ്. ആ ന്യൂസുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാനുള്ള റെഡിയായി നിൽക്കുന്ന ടെൻഡറായ ഡെലിക്കേറ്റ് ആയിട്ടുള്ള മാർക്കറ്റിൽ നിങ്ങൾ വളരെ മെച്ചുവേർഡ് ആയിട്ട് ലെവൽ ഹെഡഡ് ആയിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ള ചെറിയ ഒരു സജഷൻ മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വയ്ക്കും. യെസ്, അത് തന്നെയാണ് പറയാനുള്ളത്. വളരെ ആലോചിച്ച ശേഷം മാത്രം നിങ്ങളുടെ തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ട്രേഡിംഗ് ആണ്, ഫിനാൻഷ്യൽ കാര്യങ്ങൾ വളരെ ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ഓപ്പണിംഗ് ആഴ്സിന്റെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.